ഹായ് ഓൾ, എല്ലാവരും തമ്മിൽ കണ്ട് കാണും. ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ഐ പാസ്ഡ് സൗദി പ്രോമെട്രിക് എക്സാം ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നാണ്. അതിൽ ഉപരി എനിക്ക് പറയാനുള്ളത്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് സൗദി പ്രോമെട്രിക് എക്സാം എഴുതുന്നതും പാസ്സാകുന്നതും. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് 5 ടിപ്സാണ്. 5 ടിപ്സ് ഓഫ് ഈസി ടിപ്സ് ഫോർ പാസിങ് സൗദി പ്രോമെട്രിക് എക്സാം. ഞാൻ നിങ്ങളോട് 5 ടിപ്സ് പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ആരെങ്കിലും എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പലരും പുറത്ത് പോകാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം ഏജൻസി ഉള്ളതെന്ന് ഏജൻസിക്കാർ എന്തായാലും ഇൻഫോം ചെയ്യാതിരിക്കത്തില്ല. ഫസ്റ്റ് നമ്മൾ എലിജിബിലിറ്റി എടുക്കണം. എലിജിബിലിറ്റി നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ എലിജിബിലിറ്റി നമ്പർ എടുത്തതിന് ശേഷം എക്സാം ബുക്ക് ചെയ്യുക. എക്സാം ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഏജൻസിയിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സാം ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ക്രാഷ് കോഴ്സ് പല ഏജൻസികളിലും നമ്മളെ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യിപ്പിക്കത്തുള്ളൂ. പക്ഷേ അല്ലാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് മൈൻഡിൽ തോന്നുക നമ്മൾ റെഡി ഫോർ എക്സാം എന്ന് നമുക്ക് മൈൻഡിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എക്സാം ബുക്ക് ചെയ്യുക. എക്സാം ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് പോകുക. എക്സാമിന് പോകുന്ന മുമ്പ് നമ്മൾ എന്തായാലും ഒരു ID പ്രൂഫ് എടുക്കണം. അത് എന്തായാലും പാസ്പോർട്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പാസ്പോർട്ട് എടുത്തുകൊണ്ട് നമ്മൾ പോവുക. അതുപോലെ തന്നെ 1/2 hour മുമ്പ് നമ്മൾ എക്സാം സെൻറ്ററിൽ എത്താൻ ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് പെട്ടെന്ന് കയറുന്നത് നല്ലത്. ഒരു 10 minutes നമ്മൾ ആ എക്സാം സെൻറ്ററിന് പുറത്തിരുന്ന് കാം ആൻഡ് ക്വയറ്റ് ആങ്സൈറ്റിയൊക്കെ കുറച്ചിട്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ കയറി പോകുന്നതായിരിക്കും നല്ലത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി കൂട്ടാതെ നമ്മൾ പതിയെ കാം ആൻഡ് ക്വയറ്റായിട്ട് ചെന്ന് അവിടെ ഇരുന്ന് ഒരു 10 minutes ഒക്കെ നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ പതിയെ എക്സാം എഴുതുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ്. ടൈം മാനേജ്മെൻറ്റ് എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ബ്രേക്കൊക്കെ തരും, അതനുസരിച്ചെല്ലാം ടൈം മാനേജ്മെൻറ്റ് നോക്കുക. അതുപോലെ നമുക്ക് 70% മാർക്കാണ് നമുക്ക് പാസ് മാർക്ക് എന്ന് പറയുന്നത്. അതല്ല എൻ്റെ രീതിയിൽ പറഞ്ഞാൽ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടാവുന്നതേ ഉള്ളൂ സൗദി പ്രോമെട്രിക് എക്സാം. ഓക്കെ, അതിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്സ് എന്ന് പറയുന്നത് ജോയിൻ ഇൻ അക്കാദമി. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, നമുക്ക് അക്കാദമിയുടെ ഒന്നും ആവശ്യമില്ലാതെ സെൽഫായിട്ട് പഠിച്ചിട്ട് നമുക്ക് എഴുതാമെന്നുള്ളത്. പക്ഷേ ആസ് എ വർക്കിംഗ് വുമൺ, ആസ് എ വർക്കിംഗ് നേഴ്സ് എനിക്ക് സ്വന്തമായിട്ട് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു. കാരണം ഞാനൊരു 5 years ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ അക്കാദമിയിൽ നിന്ന് കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. കുറേ തിയറി പാർട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു അക്കാദമിയിൽ ജോയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് ഞാൻ നിങ്ങളോട് പ്രിഫർ ചെയ്യുന്നതും ജോമോൻസ് അക്കാദമി എന്ന് പറയുന്ന അക്കാദമിയാണ്. ഞാൻ അവിടെയാണ് പഠിച്ചത്. അതിൻ്റെ പോസിറ്റീവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നെന്ന് പറയണത്, സാറിൻ്റെ ലൈവ് ക്ലാസ് ഒക്കെ നമ്മൾ ഫുള്ള് റെക്കോർഡ് ചെയ്ത് നമുക്ക് സാർ അയച്ചു തരും. അയച്ചു തരുന്നതെല്ലാം നമുക്ക് മലയാളീസ് ആണെങ്കിൽ മലയാളത്തിലായിരിക്കും ക്ലാസ്, വേറെ ലാംഗ്വേജ് ഉള്ളവരാണെങ്കിൽ ഇംഗ്ലീഷിൽ സാർ വരെ ക്ലാസ് എടുത്ത് തരും. അപ്പം നമുക്ക് സാർ ഇങ്ങനെ നമുക്കൊരു സ്റ്റോറി പറഞ്ഞു തരുന്ന പോലെയാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അത് തന്നെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കും. നമുക്ക് എക്സാമിന് ആൻസർ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിലോട്ട് ആ ആൻസർ നമുക്ക് സാർ വന്ന് പറഞ്ഞു തരുന്ന പോലെ നമുക്ക് തോന്നും. അതാണൊരു പ്ലസ് പോയിൻറ്റ്. രണ്ടാമത്തേന്ന് പറയണത്, സാറ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എനിക്കൊന്ന് വീക്കിലി 2 times 3 times ഒക്കെ സാറ് ക്ലാസ് എടുക്കാറുണ്ട്. അതായത് നമുക്ക് സൂം മീറ്റിംഗ് നമുക്ക് അറ്റൻഡ് ചെയ്തിട്ട് സാറ് നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സാറ് ഡിസ്കസ് ചെയ്യുന്ന ഓരോ ടോപ്പിക്സും അല്ലെങ്കിൽ സാറ് ഡിസ്കസ് ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻ ബാങ്ക്സും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസാണ് സാറ് കൂടുതലും നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് ഞാൻ ഒന്നാമത് ജോയിൻ ഇൻ അക്കാദമി. അതുപോലെ തന്നെ സാറിന് നോട്ട് ഉണ്ട്. സാറിൻ്റെ ജോയിൻ ചെയ്ത് നമുക്ക് സ്പെഷ്യലായിട്ട് നോട്ട് കിട്ടും. അതുപോലെ ആ നോട്ട് എന്ന് പറഞ്ഞാൽ സാർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു എക്സാം കഴിയുമ്പം പുതിയ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേന് സാർ അതിൽ പുതിയ നോട്ട്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരുപാട് ഈസി ടിപ്സ് സാറ് അതിനകത്തിൽ ക്വസ്റ്റ്യൻസിൻ്റെ ഈസി ടിപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊസിഷൻസ് ഒക്കെ പഠിക്കേണ്ട രീതി, അതുപോലെ തന്നെ നമുക്ക് പൊസിഷൻസ്, ഡയറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഡയറ്റും നമുക്ക് ഓർത്തിരിക്കാനൊന്നും പറ്റത്തില്ല. അതിനൊക്കെ സാറ് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സാറിൻ്റെ അക്കാദമിയിൽ. അതുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും അക്കാദമിയിൽ ജോയിൻ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജോമോൻസ് അക്കാദമി, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ സാറിൻ്റെ നമ്പർ കൊടുത്തേക്കാം. അതുപോലെ തന്നെ സാറിൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ട്. അത് ഞാൻ ലിങ്ക് താഴെ എൻ്റെ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവർ ഫസ്റ്റ് നമുക്കൊരു ഡെമോ ക്ലാസ് അയച്ചു തരും. നമുക്കത് കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ മാത്രം നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതിയാവും. അതാണ് ഫസ്റ്റ് എന്ന് പറയണത്.
സെക്കൻഡ് എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് എ സ്റ്റഡി ഷെഡ്യൂളാണ്. നമുക്കറിയാം, നമുക്ക് സത്യം പറഞ്ഞാൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നഴ്സുമാർക്ക് ഒരു ഷെഡ്യൂൾ ഇല്ലാത്ത സ്റ്റഡി ടൈം ആയിരിക്കും. നമുക്ക് നൈറ്റ് ഡ്യൂട്ടി വരും, മോർണിംഗ് ഡ്യൂട്ടി വരും, ഈവനിങ് ഡ്യൂട്ടി വരും. 8 അവർ ഷിഫ്റ്റ് ആണെങ്കിൽ 12 അവർ ഷിഫ്റ്റ് ആണെങ്കിൽ മോർണിംഗും നൈറ്റും വരും. നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചായിരിക്കും വരുന്നത്. നമുക്കറിയാം മന്ത്ലി വൺസ് നമുക്ക് ഡ്യൂട്ടി റോട്ട കിട്ടുമെന്നറിയാം. ഫസ്റ്റ് ഒരു വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് നമുക്ക് ഡ്യൂട്ടി റോട്ട കിട്ടും. ആസ് പെർ ആ ഡ്യൂട്ടി റോട്ട നമ്മൾ നമ്മുടെ സ്റ്റഡി ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അതായത് നമുക്ക് ഡിഫിക്കൾട്ടുള്ള പാർട്ട്, ചിലവർക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ആയിരിക്കും ഡിഫിക്കൾട്ട്, ചിലർക്ക് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ആയിരിക്കും, ചിലർക്ക് OBG ആയിരിക്കും ഡിഫിക്കൾട്ട്. നമുക്ക് ഏതാണോ ഡിഫിക്കൾട്ടുള്ള പാർട്ട്, ആ പാർട്ട് മൊത്തം നമ്മൾ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്തിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക. ആ ഡിഫിക്കൾട്ടുള്ള പാർട്ടിന് കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുക. പിന്നെ ഈസി ഉള്ള പാർട്ടാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് എൻ്റെ വേറൊരു ടിപ്പെന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് എ സ്റ്റഡി ഷെഡ്യൂളാണ്. പിന്നെ ഞാൻ പറയുന്നത് തേർഡ് ടിപ്പെന്ന് പറയുന്നത് റെഫർ ഓൾഡ് ക്വസ്റ്റനേഴ്സ് ആണ്. അത് പ്രീവിയസ് 1 ഇയറിലെ 2 ഇയറിലെ ഒന്നുമല്ല, അതിന് മുമ്പുള്ള ക്വസ്റ്റനേഴ്സൊക്കെ നമുക്ക് കിട്ടും. യൂട്യൂബിലും ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് ഒരുപാട് ക്വസ്റ്റനേഴ്സ്. അങ്ങനെയുള്ള ക്വസ്റ്റനേഴ്സൊക്കെ നമ്മൾ റെഫർ ചെയ്യുക. ആ ക്വസ്റ്റനേഴ്സൊക്കെ റെഫർ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം അങ്ങനെ പഠിക്കാൻ നോക്കരുത്. അതിൻ്റെ റാഷണലും കൂടെ നമ്മൾ പഠിക്കാൻ നോക്കുക. എന്തുകൊണ്ട് ആ ആൻസർ വന്നു? കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രൊമട്രിക് എക്സാം കൂടുതലും NCLEX മോഡൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മഗ് ചെയ്തുകൊണ്ട് പോവുക, ഇതിൻ്റെ ആൻസർ ഇതാണ്. ചിലപ്പോൾ അവർ വേറെ ഉൾട്ടാ രീതിയിൽ ചോദിക്കും. അപ്പം നമുക്ക് ആ ആൻസർ ചെയ്യണമെന്നില്ല, നമ്മൾ മഗ് ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് നമ്മൾ എപ്പോൾ ഒരു ആൻസർ പഠിക്കുകയാണെങ്കിലും ആ ആൻസർ എന്തുകൊണ്ടാണ് വന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആരോടെങ്കിലും ചോദിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്ത് നോക്കുക. ഒരു ഏജൻസിയിൽ അല്ലെങ്കിൽ ഒരു അക്കാദമിയിൽ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ജോമോൻസ് അക്കാദമിയിലാണെങ്കിൽ ജോമോൻ സാറിനോട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. സാർ നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആണ്, സാർ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് പറഞ്ഞുതരും. ഒന്നും പറയില്ല. എത്ര ഡൗട്ട് ചോദിച്ചാലും സാർ ഒന്നും പറയത്തില്ല. ഒരു ഹെസിറ്റൻസിയും കൂടാതെ നമുക്ക് എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്തു തരുന്ന ഒരു അക്കാദമിയും കൂടാണ് ജോമോൻസ് അക്കാദമി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും അക്കാദമിയിൽ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട്സ്, ഇതുകൊണ്ടാണ് ഈ ആൻസർ വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മൾക്ക് ഫോർത്ത് വൺ എന്ന് പറയുന്നത് യൂസ് എഫക്റ്റീവ് സ്റ്റഡി ടെക്നിക്സ് ആണ്. അക്കാദമി ചൂസ് ചെയ്തു, പഠിക്കാൻ നമ്മൾ ടൈം കണ്ടെത്തി, അതുപോലെ നമ്മൾ ക്വസ്റ്റ്യനെയർസ് ഒക്കെ നമ്മൾ എടുത്തു വെച്ചു. പക്ഷേ നമ്മൾക്ക് എഫക്റ്റീവായിട്ടുള്ള സ്റ്റഡി ടെക്നിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ബെനിഫിറ്റ് ഇല്ലാതാവും. അതിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് ക്വിസസ്. അതായത് നമ്മുടെ എന്തായാലും നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഫ്രണ്ട്സൊക്കെ കാണും. ഡ്യൂട്ടി അവേഴ്സിൽ നമുക്ക് കുറച്ച് ടൈമൊക്കെ ടീ ബ്രേക്ക് കാണും. ആ സമയത്ത് നമ്മൾ ഈ ഒരു കുറച്ച് മാസം, ഒരു 1 or 2 months അല്ല 45 days ആയിരിക്കും നമ്മൾ എക്സാമിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ടൈം. ആ ടൈമിൽ നമ്മൾ വേറെ സംസാരിക്കുന്ന സമയത്ത് അവരോട് പറയുക, ഇങ്ങനെ എൻ്റെ ഫോണിൽ കാണുമല്ലോ നമുക്ക് എന്തായാലും നോട്ട്സൊക്കെ, ഈ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാൻ പറയുക, ക്വിസസ്. അപ്പം നമുക്ക് അതിൽ നിന്ന് നമുക്ക് നമ്മൾ ഓർക്കുന്നുണ്ടോ, പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. കറക്റ്റാണോ അവരോട് പറയുക, നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കൊണ്ടിരിക്കുക. അതാണ് ക്വിസസിൻ്റെ മോഡൽ, നമ്മൾ മോഡലിംഗ് എന്ന് പറയുന്നത്. ക്വിസസ് പോലെ നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കാൻ പറയുക എല്ലാവരോടും. അത്യാവശ്യം നമ്മുടെ റൂംമേറ്റ്സ് ആണെങ്കിലും, നമ്മുടെ കളീഗ്സ് ആണെങ്കിലും, നമ്മുടെ അല്ലാതെ ഡ്യൂട്ടി മേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവരോട് പറയുക, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേ ഇരിക്കാൻ പറയുക. സെക്കൻഡ് എന്ന് പറയുന്നത് ടീച്ചിങ് ടു അനദർ വൺ. അതായത് നമ്മൾ ഒരാളുടെ ഇടയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ചിലപ്പോൾ അവർക്ക് ഇതിൻ്റെ ആവശ്യം കാണത്തില്ല, നമുക്കാണ് ആവശ്യം. അപ്പം നമ്മൾക്ക് അവർക്ക് പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ല, റാഷണൽസ് നമ്മൾ പറഞ്ഞു പഠിക്കാൻ പറയത്തില്ല, ആ റാഷണൽസ് ഇതുകൊണ്ടാണ് വന്നത് എന്ന് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോഴും നമ്മൾ എന്ത് പറ്റും, നമ്മളൊരാളെ പഠിപ്പിക്കുമ്പോഴും അവർക്ക് 60% കിട്ടുന്നെങ്കിൽ നമുക്ക് 90% ആയിരിക്കും അതിൻ്റെ ആ ഒരു കാര്യം ഓർത്തിരിക്കാൻ. നമ്മുടെ ബ്രെയിൻ കൂടുതലായിട്ട് ഓർത്തിരിക്കുന്നത് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിൻ കൂടുതലായിട്ട് ഓർത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടെക്നിക്സ് എനിക്ക് കൂടുതൽ ബെനിഫിറ്റ് ചെയ്തൊരു ടെക്നിക്കാണ് ഇതെന്ന് പറയണത്. ടീച്ചിങ് ടു അനദർ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും അങ്ങനെ കൂടുതലും ഗ്രൂപ്പ് സ്റ്റഡിയിൽ അങ്ങനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ആരുമില്ല എന്നുണ്ടെങ്കിൽ കണ്ണാടിയിൽ ചെല്ലുക, കണ്ണാടിയുടെ നേരെ ചെന്ന് നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മളോട് തന്നെ പറയുക, നമ്മളെ തന്നെ പഠിപ്പിക്കുക, ഇതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് നമ്മളിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക, റെഫർ ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഒരു ടെക്നിക്കാണ് ഷോർട്ട് ഫോംസ്.
നമുക്കറിയാം, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ക്രേനിയൽ നെർവ്സ് നമ്മൾ പറഞ്ഞിട്ട് വൺ ഓഫ് അവർ തമിഴ് ടീച്ചർ ആസ്ക് ഫോർ വെരി ഗുഡ് വട ആൻഡ് ഹൽവ. ഇത് നേഴ്സ് അല്ലാത്തവർക്ക് കോമഡി ആയിട്ട് തോന്നാം, പക്ഷേ ഇത് ക്രേനിയൽ നെർവ്സ് നമ്മൾ പഠിക്കാനുള്ള ഷോർട്ട് ഫോമാണ്. ഇതുപോലത്തുള്ള ഷോർട്ട് ഫോംസ് വെച്ച് പഠിക്കുക. നമുക്ക് ഒരു വലിയ കാര്യം ഓർത്തിരിക്കുന്നതിലും നല്ലത് അതിന് ഷോർട്ട് ഫോംസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി നമുക്ക് ഇരിക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് എക്സാം എഴുതുമ്പോഴത്തേനും നമുക്കത് പെട്ടെന്ന് തന്നെ ഓർമ്മയിൽ വരും, ഈ ഷോർട്ട് ഫോം ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പം നമുക്കത് ഓർത്തോർത്ത് എഴുതാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ പല ഈ ഡയറ്റ് പൊസിഷൻസ്, അതുപോലെ സർജറി, അതുപോലെ ഇൻഫെക്ഷൻസ്, അങ്ങനെ കുറേ ഉണ്ട്. നമ്മൾ സിസ്റ്റം വൈസ് പാൻക്രിയാസിൻ്റെതും ഗോൾ ബ്ലാഡറിൻ്റെതും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സൈഡിൽ റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ, അതെല്ലാം നമ്മൾ ഷോർട്ട് ഫോമായിട്ട് പറഞ്ഞു ഓർത്തിരിക്കുക. അതുപോലെ കുറേ സൈൻസ് ആൻഡ് സിംറ്റംസ് നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ട് ഫോമായിട്ട് നമ്മൾ പഠിച്ച് വെക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഓർക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു സ്റ്റഡി ടെക്നിക്കിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് വന്നൊരു കാര്യമാണ് അറബ് നേഴ്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളിപ്പോൾ ആര് എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ അവരത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേര്. ആ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. സൗദി പ്രൊമട്രിക്കുകാർക്ക് മാത്രമല്ല, അത് ഹാർഡുകാർക്കും ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാ സിസ്റ്റത്തിൽ നിന്നും, അതുപോലെ തന്നെ എല്ലാ ഇതിൽ നിന്നും, അതായത് ചൈൽഡ് ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, ജനറൽ ക്വസ്റ്റ്യൻസ്, അങ്ങനെ സബ്ബായിട്ട് തിരിച്ച് അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്കത് റെഫർ ചെയ്യാവുന്നതാണ്. നമ്മൾ MCQ എങ്ങനെയാണോ, നമ്മൾ അറിയാലോ MCQ ആണ് നമ്മുടെ പ്രൊമട്രിക് എക്സാമിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ MCQ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ, നമ്മൾ എങ്ങനെയാണോ എക്സാം വരുന്നത് അതേ രീതിയിലൊരു ഫോർമാറ്റിലാണ് അറബ് നേഴ്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സാം എഴുതിയ രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഇത് കിട്ടും. എക്സാം എഴുതിയ ഒരു രീതി തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ടൈം മാനേജ്മെൻറ്റ് നോക്കാം. എനിക്ക് എത്ര നേരം കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ക്വസ്റ്റ്യൻസ്. എനിക്ക് തോന്നുന്നു ABG അനാലിസിസ് ഒക്കെ എനിക്ക് കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് അറബ് നേഴ്സ് ആയിരിക്കും. ഞാൻ ABG അനാലിസിസ് ഒക്കെ അതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റോങ് ആൻസർ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ആൻസർ ആണെന്നുണ്ടെങ്കിലും അവരടുത്ത് റാഷണൽ എഴുതി കാണിക്കും. അത് വെച്ചിട്ട് എനിക്ക് ABG അനാലിസിസ് ആദ്യം കുറച്ചൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ സാറ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ABG അനാലിസിസ് കുറച്ചൊന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സാറ് നമുക്ക് കുറച്ച് എളുപ്പവഴികളൊക്കെ പറഞ്ഞു തരും. ഞാനിതൊന്നും പറയുന്നില്ല, സാറിൻ്റെ ട്രിക്സ് ഒന്നും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. കാരണം നിങ്ങൾ അക്കാദമിയിൽ തന്നെ ചെന്ന് പഠിച്ചോളൂ. അത് അപ്പം നിങ്ങൾ എല്ലാവരും അറബ് നേഴ്സ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അത്. പ്രത്യേകിച്ച് അതിന് നമ്മൾ ചാർജസ് ഒന്നും വേണ്ട, ജസ്റ്റ് അത് ആപ്ലിക്കേഷൻ ഫ്രീ ആണ്. അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ റെഫർ ചെയ്യുക. ആ ക്വസ്റ്റ്യൻ്റെ എല്ലാ ആൻസർ നോക്കുക, റാഷണൽസ് നോക്കുക. പിന്നെ എനിക്ക് അടുത്ത ഫിഫ്ത്തായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക എപ്പോഴും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ജോമോൻ സാറിൻ്റെ ക്ലാസ് ഞാൻ യൂസ് ചെയ്തു പറഞ്ഞാലും സാറിൻ്റെ നോട്ട്സ് നമുക്ക് സാർ തരും. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ലാംഗ്വേജിൽ ഒരു നോട്ട് ഉണ്ടാക്കി വെക്കുക. അത് ആ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ വലിയ ഇലാബറേറ്റ് ചെയ്ത് നോട്ട് ഉണ്ടാക്കി വെക്കണമെന്നല്ല. അത് ഓൾറെഡി ഞാൻ ജോമോൻസ് പഠിച്ചുകൊണ്ട് പറയും, സാർ നമുക്ക് ഓൾറെഡി ഒരു നോട്ട്സ് തരുന്നുണ്ട്. ഞാൻ അതല്ല പറയണത്, നമുക്കൊരു ഷോർട്ട് നോട്ട് എപ്പോഴും, ഇപ്പോൾ പ്രൊമട്രിക് എക്സാം എന്നല്ല, ഏത് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർക്കും ഷോർട്ട് നോട്ട്സ് വളരെ ഉപയോഗപ്രദമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും ബുക്സ് എടുത്തുകൊണ്ട് പോയി, അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും നമുക്ക് എക്സാമിന് മുമ്പ് പെട്ടെന്നൊരു 10 മിനിറ്റ്സ് നമുക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഫർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക. ആ ഷോർട്ട് നോട്ടിനകത്തിൽ നമ്മൾ നോക്കി പെട്ടെന്ന് തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് റെഫർ ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ, നിങ്ങൾക്ക് കൂടുതൽ പാടാണെന്ന് തോന്നുന്ന ടോപ്പിക്സിൻ്റെ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു ഈസി ടിപ്സാണ്. അതുപോലെ തന്നെ റാഷണൽ വെച്ചിട്ട് വേണം പഠിക്കാൻ. വിത്തൗട്ട് റാഷണൽ പഠിച്ചിട്ട് ഒരു കാര്യമില്ല, അത് ബ്ലണ്ടറാണ് നമ്മൾ കാണിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് ഇത്രയും കാര്യങ്ങൾ, 5 കാര്യങ്ങളെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ള 2 കാര്യങ്ങളാണ്. നിങ്ങളൊരു ജോലി ചെയ്തിരിക്കുന്ന നേഴ്സാണെന്നുണ്ടെങ്കിൽ, ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ തീരുമാനിക്കുന്ന നേഴ്സാണെന്നുണ്ടെങ്കിൽ ഒരു അക്കാദമിയിൽ ജോയിൻ ചെയ്യുന്നതാണ് എൻ്റെ സൈഡിൽ പറഞ്ഞ ഏറ്റവും നല്ലൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അറബ് നേഴ്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. ആ അറബ് നേഴ്സ് എന്നുള്ള ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക്. ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ വേറൊരു ദിവസം ഇതുപോലത്തെ ഒരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺസ്. ബൈ.